ഈ രാജ്യത്ത് പ്രതിപക്ഷം എന്ന് പറയുന്ന ഒന്നില്ലാതിരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഭാരത് ജോഡോ യാത്ര എന്ന പേരിൽ ഒരു പദയാത്ര സംഘടിപ്പിച്ചത്. ആ പദയാത്ര കൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രീയം മാറി മറിയുന്നതാണ് നമ്മൾ കണ്ടത്. രാജ്യത്താദ്യമായി കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ശക്തമായ ഒരു പ്രതിപക്ഷമുണ്ടായി. അതുപോലെ തന്നെ പ്രതിപക്ഷത്ത് ഇന്ത്യ സഖ്യം എന്നൊരു മുന്നണി ഉണ്ടായി എന്ന് മാത്രവുമല്ല, രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിൽ ഒരു പ്രതിഷ്ഠ നേടിയത് തന്നെ ഈ പറയുന്ന ഭാരത് ജോഡോ യാത്രയിലൂടെ ആയിരുന്നു. അത്തരത്തിലൊരു യാത്രയ്ക്ക് സമാനമായിട്ടുള്ള യാത്രയാണ് ബീഹാറിൽ കഴിഞ്ഞ 16 ദിവസമായി രാഹുൽ ഗാന്ധി നടത്തിയത്, വോട്ട് അധികാർ യാത്ര എന്ന് പറയുന്നത്. എന്ന് മാത്രവുമല്ല, ആ വോട്ട് അധികാർ യാത്രയിലൂടെ യഥാർത്ഥത്തിൽ ഇന്ത്യ സഖ്യത്തെ പുനരുജ്ജീവിപ്പിക്കാനും രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രിയായ MK സ്റ്റാലിൻ മുതൽ സമാജ്വാദി പാർട്ടിയുടെ അധ്യക്ഷനായ അഖിലേഷ് യാദവ് വരെ ഈ യാത്രയിൽ പങ്കെടുക്കുകയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. എങ്ങനെയാണ് ഈ യാത്ര സമാപിച്ചിരിക്കുന്നത്? പറ്റ്നയിലെ ഗാന്ധി മൈതാനത്താണ് യാത്ര സമാപിച്ചത്. ആ ഗാന്ധി പാർക്കിൽ നിന്ന് ഒരു പദയാത്രയായി പറ്റ്ന ഹൈക്കോടതിക്ക് മുന്നിലുള്ള BR അംബേദ്കറിന്റെ പ്രതിമയിലേക്ക് രാഹുൽ ഗാന്ധിയും സംഘവും എത്തുമ്പോൾ വിളിച്ചു പറഞ്ഞ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഗാന്ധി സേ അംബേദ്കർ എന്നാണ്. അതായത് ഗാന്ധി ഭാവന ചെയ്ത രാമരാജ്യത്തിൽ നിന്നും അവർണർക്കും അധസ്ഥിതർക്കും പിന്നാക്കക്കാർക്കും ദളിതർക്കും ഒക്കെ രാഷ്ട്രീയ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യനിർമ്മാണം ഭാവന ചെയ്ത അംബേദ്കറിന്റെ പ്രതിമയിലേക്കാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ പദയാത്ര യാത്ര ചെയ്യുകയും അവിടെയാണ് അത് സമാപിക്കുകയും ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ സന്ദേശമാണ് രാജ്യത്തിനും പ്രത്യേകിച്ച് ബീഹാറിനും നൽകുന്നത്.